Hello my dear students, all of you welcome. ഇഗ്നോയുടെ MPS 003 എന്ന കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള സെഷനാണിത്. നമ്മൾ ഈ ഒരു കോഴ്സ് കോഡിൽ യൂണിറ്റ് 2 ആണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. അതിലെ യൂണിറ്റ് 2 കടന്നു പോയപ്പോൾ ലാസ്റ്റ് ടൈമിന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ദ ഇഷ്യൂ ഓഫ് പ്ലാനിങ് എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതുപോലെ പൊളിറ്റിക്കൽ ഡിബേറ്റ്, അതുപോലെ ഒബ്ജക്റ്റീവ്സ്, ദ റെസൊല്യൂഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ, ഇത്രയും ഭാഗങ്ങൾ ബാക്കിയുണ്ട് രണ്ടാമത്തെ യൂണിറ്റിൽ. അപ്പോൾ നമുക്കിന്ന് ഇൻഡസ്ട്രിയൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം, ആ ഒരു പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ഒരു പാർട്ടിലൂടെ നാം മനസ്സിലാക്കി ഇന്ത്യ എന്നുള്ള ഒരു സ്വതന്ത്ര രാജ്യം, ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യ സ്വതന്ത്ര രാജ്യമായ വികസനത്തിൻ്റെ ലെവലിലേക്ക് പ്ലാനിങ് എന്നുള്ള ആ ഒരു ആശയം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അവിടെ പല അഭിപ്രായങ്ങളുണ്ടായി. പലരും സോവിയറ്റ് ടൈപ്പ് പ്ലാനിങ് ഇവിടെ അഡോപ്റ്റ് ചെയ്യാനെന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചപ്പോൾ ബിസിനസ്മെൻ എല്ലാം അതിനെ എതിർത്തു. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണെങ്കിൽ ഒട്ടും സമ്മതിച്ചിരുന്നില്ല. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്തെന്നാൽ തികച്ചും ഇത് നടപ്പിലാക്കിയാൽ അതൊരു വേറിട്ട തലത്തിലേക്ക് പോകും. അപ്പോൾ ഗവൺമെൻറ് തന്നെയായിരിക്കും ആളിനാളായിട്ട് പ്രവർത്തിക്കുന്നത്. അത് പറ്റില്ല, ജനങ്ങൾക്കും പ്രാധാന്യം ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു വികസന മാതൃകയാണ് ഇന്ത്യക്ക് വേണ്ടത്. ആ ഒരാശയം അദ്ദേഹം പങ്കുവച്ചതുകൊണ്ട് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മരണശേഷം മാത്രമാണ് നെഹ്റുവിന് ഈ ഒരു പ്ലാനിങ് എന്നുള്ള ഐഡിയ ഇവിടെ പ്രാക്ടിക്കബിൾ ആക്കുവാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ ഇവിടെ ഉണ്ടാകുന്നതിനെ റെസിസ്റ്റ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചത്. സോവിയറ്റ് യൂണിയൻസ് എക്കണോമിക് ഐഡിയോളജി ഇവിടെ നടപ്പിലാക്കിയാൽ അത് ഇവിടെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഡൊമൈനായിരിക്കും ഇവിടെ വരിക എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തെ ഇതിനെ നിന്നും പിന്തിരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളായിരുന്നു കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചാണ്. യു സി, ഇറ്റ് വാസ് അറ്റ് ദ ട്രേഡ് യൂണിയൻ ഫ്രണ്ട് ദാറ്റ് ദ ഷാർപ്പസ്റ്റ് കോൺഫ്ലിക്റ്റ് arose when the All India Trade Union Congress AITUC was set up in 1920 at the instance of the International Labour Organization. Congressmen by and large distanced themselves from it. They joined it only after the Gaya session of the All India Congress Committee in 1922. The Ahmedabad Textile Workers Union, directly patronized by Gandhi, never joined it. As a result, the AITUC was under strong influence of the communist and socialist. When in and after 1942, in the wake of the Quit India movement, congressmen, including the Congress socialists, went to jail in large number. The field was almost entirely left to the communists. അപ്പോൾ ട്രേഡ് യൂണിയൻ അതിൻ്റെ ഒരു നിര, അത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അവസ്ഥ. ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അത് 1920 രൂപീകൃതമായി. അത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് എന്ന രീതിയിൽ വേറെയും ഉണ്ടായി. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അതുപോലെ കോൺഗ്രസ്മെൻ ബൈ ആൻഡ് ലാർജ് ഡിസ്റ്റൻസ്ഡ് ദംസെൽസ് ഫ്രം ഇറ്റ്. അപ്പോൾ ഇങ്ങനെ പല പേരുകളിലാണ് ട്രേഡ് യൂണിയൻസ് അന്ന് മുളച്ചു പോകുന്നത്. ദേ ജോയിൻഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ദി ഗായ സെഷൻ ഓഫ് ദി ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇൻ 1922. അപ്പോൾ ഇവരെല്ലാവരും കൂടി ട്രേഡ് യൂണിയൻ എല്ലാ സഖ്യകക്ഷികളുമായിട്ട് കൂടിച്ചേർന്ന് ജോയിൻ്റ് ആയത് എപ്പോൾ മാത്രമാണ്? 1922 ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഗായ സെഷനിൽ നടന്നതിന് ശേഷമാണ്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ വർക്കേഴ്സ്, അവരുടേതായ ടെക്സ്റ്റൈൽ വർക്കേഴ്സിൻ്റെ ആ ഒരു യൂണിയൻ ഗാന്ധിയെയാണ് അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നത്, ഈ ട്രേഡ് യൂണിയൻസിൻ്റെ. അപ്പോൾ പാട്രണൈസ്ഡ് ഗാന്ധി, നെവർ ജോയിൻഡ് ഇറ്റ്. അപ്പോൾ ഗാന്ധിയെ അതിൻ്റെ പാറ്റേണായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യഥാർത്ഥത്തിൽ ആ ഇതിലേക്ക് ജോയിൻ ചെയ്തില്ല എന്നുള്ളതാണ്. ഈ യൂണിയൻ ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ എന്നുള്ള ആ ഒരു സംഘടനയിലേക്ക്
As a result, the AITUC was under strong influence of the കമ്മ്യൂണിസ്റ്റ് ആൻഡ് ദ സോഷ്യലിസ്റ്റ്. അപ്പോൾ ഗാന്ധിയെ പാട്രണൈസ് ചെയ്യാൻ ആലോചിച്ചു. അങ്ങനെ വന്നുവെങ്കിലും നെവർ ജോയിൻഡ് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഇതിലെ സ്വാധീനം, ആശയപരമായിട്ടുള്ള സ്വാധീനമെല്ലാം വന്നത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരുടെയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയും ആയിരുന്നു ഇവിടെ പ്രധാനമായിട്ടും ആശയങ്ങൾ വന്നത്. When in and after 1942, the wake of the Quit India movement, congressmen, including the Congress Socialists, went to jail in large number. The field was almost entirely left to the communists. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആശയ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഏകദേശം 1942 ശേഷം, അതും പ്രത്യേകിച്ച് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ചിന്താഗതികളെല്ലാം തന്നെ മാറിമറിയുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, കോൺഗ്രസ്മെൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ ലാർജ് നമ്പർ, എണ്ണത്തിൽ കൂടുതൽ പേര് എങ്ങോട്ട് പോയി? ജയിലിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ജയിലിൽ പോയപ്പോഴേക്കും ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കൂടുതലായിട്ട് സ്വാധീനം ആശയപരമായി ചെലുത്തുവാൻ സാധിച്ചത് പൂർണ്ണമായിട്ടും അതാരിലേക്ക് വന്നു? കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. സോ ദ ഡിഫറൻസസ് വെയർ അഗ്രവേറ്റഡ് ബൈ ടു മെയിൻ ഫാക്ടേഴ്സ്. In 1942, the Communist Party had opposed the Quit India movement, on which ground the communist members of All India Congress Committee were expelled. Secondly, after the end of the Second World War, communist militancy in the Labour Front increased greatly. In view of the smooth transfer of power that was accompanied by smooth transfer of several British industries to Indian hands, this labour militancy was disliked by the Congress leadership that had the support of the Indian big business. Congress leaders prescribed compulsory arbitration of industrial disputes and disfavored the workers' right to strike. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉളവായി വന്നു എന്നുള്ളതാണ്. ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വളരെയധികം അഗ്രവേറ്റ് ചെയ്തിരുന്നത് ടു മെയിൻ ഫാക്ടേഴ്സ് കൊണ്ടാണ്. ആ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ അവരെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. അത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ നിന്നും പുറത്തായി. ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ പുറത്താകാനിടയായി. രണ്ടാമതായി പറയുന്നത്, സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്ന കാലഘട്ടം എത്തിയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് മിലിറ്റൻസി ഇൻ ലേബർ ഫ്രണ്ട് ഇൻക്രീസ്ഡ് ഗ്രേറ്റ്ലി. അപ്പോൾ മിലിറ്റൻസി എന്നുള്ള ആ ഒരു ലേബർ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണമാണ് വൻതോതിൽ വർദ്ധിച്ചു വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും പവർ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ അവിടെ സ്മൂത്ത് ട്രാൻസ്ഫർ ഓഫ് സെവറൽ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. അപ്പോൾ പവർ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്തൊക്കെയാണ് ഇങ്ങോട്ട് കൈമാറേണ്ടത്? ബ്രിട്ടീഷുകാരുടെ പക്കൽ അധീനതയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന പല വ്യവസായ സംരംഭങ്ങളും ഇന്ത്യൻ കരങ്ങളിലേക്ക് കൈമാറണം. സോ ദിസ് ലേബർ മിലിറ്റൻസി വാസ് ഡിസ്ലൈക്ഡ് ബൈ ദി കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനെ ഒരു കൈമാറ്റം ഇന്ത്യൻ കരങ്ങളിലേക്ക് കൈമാറുന്നതിന് ആരൊക്കെ എതിർപ്പുണ്ടായിരുന്നു? ദാറ്റ് വാസ് ഡിസ്ലൈക്ഡ് ബൈ കോൺഗ്രസ് ലീഡർഷിപ്പ് ദാറ്റ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ദ ഇന്ത്യൻ ബിഗ് ബിസിനസ്. ആ കോൺഗ്രസ് ലീഡർഷിപ്പ് എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണം ഇന്ത്യയിലെ തന്നെ വലിയ വൻകിട ബിസിനസ് സാമ്രാജ്യങ്ങൾ അവരുടെയൊക്കെ ഒത്താശ ഉണ്ടായതുകൊണ്ടാണ് കോൺഗ്രസ് ലീഡർഷിപ്പിന് എതിർപ്പുണ്ടായത്. ദ കോൺഗ്രസ് ലീഡേഴ്സ് പ്രിസ്ക്രൈബ്ഡ് കമ്പൾസറി ആർബിട്രേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഡിസ്ഫോർവേഡ് ദ വർക്കേഴ്സ് റൈറ്റ് ടു സ്ട്രൈക്ക്. അപ്പോൾ കോൺഗ്രസ് ലീഡേഴ്സ് എന്ത് നിർദ്ദേശിച്ചു? നിർബന്ധമായിട്ടും ഇൻഡസ്ട്രിയൽ വേണ്ടിയിട്ട് ആർബിട്രറി പവർ, ഏകപക്ഷീയമായിട്ട് എന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സും അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിൽക്കാതെ അവരെന്ത് ചെയ്തു? അവർ റൈറ്റ് ടു സ്ട്രൈക്ക് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന രീതിയിലുള്ള ആശയവുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നത്. 1947 ആദ്യ കാലഘട്ടത്തിൽ ഹിന്ദുസ്ഥാൻ മസ്ദൂർ സേവക് സംഘ് വാസ് സെറ്റപ്പ് വിത്ത് ദി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് യൂണിയൻ ആസ് ദ ന്യൂക്ലിയസ്. മുൻനിരയിൽ നിന്നുകൊണ്ട് ഏറ്റവും പൊട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന രീതിയിൽ മുന്നിൽ നിന്ന് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ വർക്കേഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 1947 ആദ്യ കാലഘട്ടത്തിൽ ഹിന്ദുസ്ഥാൻ മസ്ദൂർ സേവക് സംഘ് രൂപീകൃതമായി. In view of the Sangh's failure to gather strength, in May 1947, the top leaders of the Congress met in New Delhi at a high-level conference under the leadership of Patel and decided to have a separate labor organization.
അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഹിന്ദുസ്ഥാൻ മസ്ദൂർ സേവക് സംഘ് എന്ന ആ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വന്നപ്പോഴേക്കും ആ സംഘടനാ സംവിധാനത്തിന് യഥാർത്ഥത്തിൽ അവിടെ കരുത്ത് തെളിയിക്കുവാൻ കഴിയാതെ വന്നു. എന്നുവെച്ചാൽ ആൾക്കാരെ കൂട്ടി അവർക്ക് ഒന്നിച്ച് നിന്ന് ആ സംഘടനയിലൂടെ പ്രവർത്തിക്കാനുള്ള കരുത്ത് തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ 1947 മെയ് മാസം എത്തിയപ്പോഴേക്കും ഈ കോൺഗ്രസ്സിലെ ടോപ്പ് ലീഡേഴ്സ് ന്യൂഡൽഹിയിൽ വെച്ച് ഹൈ ലെവൽ കോൺഗ്രസ് ലീഡർഷിപ്പിലുള്ള പട്ടേലിനെയും അതുപോലുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവരുമായിട്ട് കൂടിയാലോചിച്ചു. എന്ത് തീരുമാനിച്ചു? ലേബർ ഓർഗനൈസേഷനെ സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ലേബർ ഓർഗനൈസേഷനെ വേർതിരിക്കാൻ തീരുമാനിച്ചതിൻ്റെ പരിണിതഫലമായി ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകൃതമായി. അതിനെ തുടർന്ന് മറ്റൊരു ഇയറിലേക്ക് എത്തിയപ്പോഴേക്കും 2 പ്രധാനപ്പെട്ട ലേബർ ഓർഗനൈസേഷൻസ് ഇതിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് ഏതൊക്കെയാണ്? ഹിന്ദ് മസ്ദൂർ സഭ, അത് INTUCയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടായതാണ്. അതേപോലെ തന്നെ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അതും AITUCയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഉണ്ടായതാണ്. So the point is, in early 1947, Hindustan Mazdoor Sevak Sangh was set up with the Ahmedabad Textile Workers Union as the nucleus. In view of the Sangh failure to gather strength, in May 1947, the top leaders of the Congress met in New Delhi at a high-level conference under the leadership of Patel and decided to have a separate labor organization. As a result, the Indian National Trade Union Congress was set up. Within about another year, 2 other central labor organizations cropped up. The Hind Mazdoor Sabha, that is splitting from the INTUC, and the United Trade Union Congress splitting from the AITUC. At the same time of transfer of power, when capitalism was coming to its own, therefore, the issue of class contradiction acquired sharpness and it naturally affected industrial relations. അപ്പോൾ ട്രേഡ് യൂണിയൻസ് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം INTUCയിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതും അതേപോലെ തന്നെ AITUCയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ പ്രകടമാകുന്നത്. അതിനുശേഷമുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നോക്കുമ്പോഴേക്കും ഈ അധികാരം കൈമാറ്റം നടക്കുന്നു. അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അധികാര കൈമാറ്റത്തിനെതിരെ ഇന്ത്യയിലെ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വരവും അതിൻ്റെ ഒരു എന്താ പറയുക, ക്യാപിറ്റലിസത്തിൻ്റെ ആ ഒരു സ്വാധീനവും ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയപ്പോഴേക്കും അവിടെ ഒരു ക്ലാസ് കോൺട്രഡിക്ഷൻ എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ വരുന്നതായിട്ട് തോന്നി. അപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ഏറ്റവും ഷാർപ്പ്നെസ്സിൽ അത് എത്തുന്ന ഒരവസ്ഥയുണ്ടായി. അത് സ്വാഭാവികമായും ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ അഫക്റ്റ് ചെയ്യാനും ഇടയായി എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റാലിസ്റ്റിനെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ പീസ് വളരെ അത്യാവശ്യമാണ് അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന്. അതുപോലെ മിലിറ്റൻ്റ് ട്രേഡ് യൂണിയനിസം, ഇതെല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ പീസിന് അത്യാവശ്യമായിട്ടുള്ള ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് മുതൽ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റും അവരാഗ്രഹിച്ചത് എന്തെന്നാൽ ഈ എക്കോണമിക്കുള്ളിൽ പല വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു യൂണിറ്റി അതുണ്ടാക്കണം, ക്ലാസ് റിലേഷൻസ് അതുണ്ടാവേണ്ടത് മുന്നോട്ടുള്ള പ്രയാണത്തിന്, മുന്നോട്ടുള്ള വികസനത്തിന്, വിവിധ വിഭാഗങ്ങളുടെ ഐക്യതയ്ക്കെല്ലാം ഇത് ആവശ്യമാണ് എന്ന ചിന്തയാണ് ഉണ്ടായത്. ദ പോയിന്റ് ഈസ്, at the time of the transfer of power, when Indian capitalism was coming to its own, therefore, the issue of class contradiction acquired sharpness and it naturally affected industrial relations. For the capitalist industrial peace was necessary for industrial development and militant trade unionism was inimical to industrial peace. Since independence, the communist and socialist wanted that the class relations within the economy to be immediately settled. That is about industrial relations. Then next item എന്ന് പറയുന്നത് ദ പൊളിറ്റിക്കൽ ഡിബേറ്റ് ആണ്. അപ്പോൾ ഐഡിയോളജിക്കൽ ഡിബേറ്റ് ഇൻഡസ്ട്രിയൽ ഫീൽഡിലേക്ക് വന്നു. ഡെവലപ്മെൻറ്റൽ ഫീൽഡിനുമായി ബന്ധപ്പെട്ട് പ്ലാനിങ് ഡിബേറ്റ് നടന്നു. അടുത്തതെന്താണ്? ഇവിടെ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയുള്ള ഒരു ഭരണം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ ഡിബേറ്റ്. യു സീ, ദി ഐഡിയോളജിക്കൽ ഡിബേറ്റ് ഹാഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദി പൊളിറ്റിക്സ് എറൗണ്ട് ദ പീരീഡ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇത് പൊളിറ്റിക്സിലും ഇതിൻ്റേതായ ഒരു റിഫ്ലക്ഷൻ, ഐഡിയോളജിക്കൽ ഡിബേറ്റ്
അതിൻ്റെ റിഫ്ലക്ഷൻ പൊളിറ്റിക്സിലും ആ ഒരു ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദ ഫസ്റ്റ് പോസ്റ്റ് വാർ ബഡ്ജറ്റ് വാസ് ഇൻഫ്ലേഷണറി. To counteract the inflationary tendency of the national economy, the finance minister of the interim government, ആരാണ്, ലിക്കോത്ത് അലി ഖാൻ, അദ്ദേഹമായിരുന്നു ആ സമയത്തെ ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ അങ്ങനെ ഫിനാൻസ് മിനിസ്റ്റർ വന്നപ്പോഴേക്കും the interim government, Likwat Ali Khan, presented a budget which proposed a 25% tax on all business profits above 100,000 rupees. The tax was intended to restrict the spending habits of the wealthy Indians and had a socialistic color. But it created a furor among the congressmen who alleged that the budget was aimed at harming the interests of the businessmen who were mostly Congress supporters. This budget practically sealed the fate of the Congress League cooperation and was one of the major factors leading to the partition of the country. അപ്പോൾ നമ്മളുടെ പൊളിറ്റിക്കൽ സീനാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ സീനിലേക്ക് നോക്കുമ്പോഴേക്കും രാഷ്ട്രീയ രംഗം, ഫസ്റ്റ് പോസ്റ്റ് വാർ, ആ ഒരു ബഡ്ജറ്റ് എങ്ങനെയുള്ളതായിരുന്നു? അത് വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ ഈ വിലക്കയറ്റത്തെ അതിനെ നേരിടണം. അതിന് വേണ്ടിയിട്ടെന്ന രീതിയിൽ നാഷണൽ എക്കോണമിയിലെ ആ ഒരു ഇൻഫ്ലേഷണറി ടെൻഡൻസി ഉണ്ടായപ്പോഴേക്കും അതിനെ നേരിടാൻ വേണ്ടി അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന, ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ലിക്കത്ത് അലി ഖാൻ, അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത ബഡ്ജറ്റ്, അതിൽ പ്രൊപ്പോസ് ചെയ്തത്, മുന്നോട്ട് വെച്ച ആ ഒരു നിർദ്ദേശം 25% ടാക്സ് എല്ലാ ബിസിനസ് പ്രോഫിറ്റും, അതായത് എബോവ് 100,000 റുപ്പീസ്, 100,000 റുപ്പീസിന് മുകളിലായിട്ട് പ്രോഫിറ്റ് ഉണ്ടായാൽ അത് 25% ടാക്സ് എന്ന രീതിയിൽ ഗവൺമെൻറ്റിൽ കൊടുക്കണം. ദ ടാക്സ് ഇൻറ്റൻഡഡ് ടു റെസ്ട്രിക്റ്റ് ദ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഓഫ് ദ വെൽത്തി ഇന്ത്യൻസ്. എന്തിനായിരുന്നു 25% നികുതി ചുമത്തിയത്? കാരണം വരുമാനത്തിൽ ഗണ്യമായ വർധനവും ലാഭവിഹിതവും കൂടുമ്പോൾ ആൾക്കാർ കൂടുതൽ ചെലവഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ ചെലവഴിക്കാനുള്ള ടെൻഡൻസി, അതും വെൽത്തി ഇന്ത്യൻസിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും അത് ഒരു സോഷ്യലിസ്റ്റിക് കളർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്പെൻഡിങ് ഹാബിറ്റിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പണത്തിൻ്റെ അളവ് ചുരുക്കണം. അതിനാണ് 25% ടാക്സ് എന്ന രീതിയിൽ വെൽത്തി പീപ്പിളിന് ഇടയിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹം കൊണ്ടുവന്നു. എന്നാൽ but it created a furor among the congressmen who alleged that the budget was aimed at harming the interest of the businessmen. പക്ഷേ ഇത് അദ്ദേഹം നിർദ്ദേശിച്ച ആ ഒരു ബഡ്ജറ്റ് നിർദ്ദേശം അത് യഥാർത്ഥത്തിൽ മറ്റ് ജനങ്ങളുടെ ഇടയിൽ അത് അത്ര സ്വീകാര്യമായിരുന്നില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരതിനെ എതിർത്തു. അവർ മുന്നോട്ട് ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഈ ബഡ്ജറ്റ് തികച്ചും ലക്ഷ്യമിടുന്നത് അത് ബിസിനസ്മെൻ്റെ താല്പര്യങ്ങളെ താല്പര്യങ്ങളെ എതിർക്കുന്ന തരത്തിലുള്ള, അല്ലെ ബിസിനസ്സുകാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനല്ല, അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ബജറ്റാണെന്ന് മിക്ക കോൺഗ്രസ് സപ്പോർട്ടേഴ്സും അങ്ങനെ ആരോപണം കൊണ്ടുവന്നു. അങ്ങനെ ആരോപണം വന്നപ്പോഴേക്കും ആ ബജറ്റ് പ്രാക്ടിക്കലി സീൽഡ് ദ ഫേറ്റ് ഓഫ് ദ കോൺഗ്രസ് ലീഗ് കോർപ്പറേഷൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രായോഗിക തലത്തിൽ എന്തു വന്നു? ഈ കോൺഗ്രസ് ലീഗ് കോർപ്പറേഷൻ അത് അവരുടെ വിധിയെ തന്നെ, അല്ലെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ അത് ബാധിച്ചു. ആൻഡ് വാസ് വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ലീഡിങ് ടു ദ പാർട്ടീഷൻ ഓഫ് കൺട്രി. അങ്ങനെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള കോർപ്പറേഷനെ അത് നമ്മൾ പറയില്ലേ, ഉടച്ചു എന്ന് പറയില്ലേ, അവരുടെ ബന്ധം തന്നെ ഉലച്ചു. അങ്ങനെ ആ ബന്ധത്തെ ഉലയ്ക്കാനിടയായി. അതിനെ തുടർന്ന് ഈ ഒരൊറ്റ കാരണമായിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ കൺട്രിയുടെ പാർട്ടീഷന് ഇടയാക്കിയ ഒരു പോയിന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Then on the eve of independence in June 1947, the Central Committee of the Communist Party of India concluded that though the forces of freedom movement had compelled the imperial rulers to open negotiations with the Indian leaders, the former were trying to forge a new alliance with the princes, big landlords and big business of India in order to control the Indian state and economy. Yet the party held that the agreement embodied in the Mountbatten Proposal of 3 June 1947 for partition of British India offered new opportunities for national advance, and two popular governments and constituent assemblies were strategic weapons in the hands of national leadership.
It welcomed independence on 15th August 1947. In December 1947, however, it reversed the position and called the acceptance of the Mountbatten Plan an abject surrender on the basis of an imperialist feudal bourgeoisie's combine. The resolution led to the communist militancy in 1948 to 49. അപ്പോൾ ഇൻഡിപെൻഡൻസിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് 1947 നമ്മൾ ഓഗസ്റ്റിൽ ഇൻഡിപെൻഡൻസ് നമ്മൾ നേടുന്നു 47. അപ്പോൾ ആ ഇൻഡിപെൻഡൻസ് ഇങ്ങോട്ട് നേടുന്ന ആ ഒരു പീരീഡിൽ എത്തിയപ്പോഴേക്കും 47 ജൂൺ എത്തിയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ കമ്മിറ്റി അവരെന്ത് തീരുമാനിച്ചു? അതായത് ഫ്രീഡം മൂവ്മെൻറ്റിനുള്ള ആ ഒരു ഇവർ ഒന്നിച്ചു ചേരുന്ന ഫ്രീഡം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇവരുടേതായ ആ ഒരു ഫോഴ്സസ്, ഇവരുടെ പാർട്ടിയുടെ അടിസ്ഥാനത്തിലുള്ള ആളുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഫ്രീഡം മൂവ്മെൻറ്റിന് വേണ്ടി അണിനിരക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും അത് ഇമ്പീരിയൽ റൂളേഴ്സിനെ എന്തിന് പ്രേരിതമാക്കി? ഇവർ തമ്മിലുള്ള ഇന്ത്യൻ ലീഡേഴ്സുമായിട്ട് ചില ധാരണയിലെത്താൻ, ഓപ്പൺ നെഗോഷിയേഷൻ നടത്തണം എന്ന രീതിയിൽ തീരുമാനമുണ്ടായി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സും അതേപോലെ തന്നെ നമ്മളുടെ ഇമ്പീരിയൽ റൂളേഴ്സും, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധികളുമായിട്ടാണ് പ്രധാനമായിട്ടും അവർ എന്തിനു തുനിയ ഒരു പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കണം എന്ന രീതിയിൽ ഒരു ചിന്തയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ലീഡേഴ്സ് പ്രധാനമായും മുന്നോട്ട് വന്നപ്പോഴൊരു ന്യൂ അലയൻസ് കൊണ്ടുവരാം, ഒരു എന്താ പറയുക, ഒരു സഖ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവരുമായിട്ട് പ്രിൻസസുമായിട്ട് പുതിയ ഒരു സഖ്യം, ഒരു ബന്ധം, ന്യൂ അലയൻസ് ഉണ്ടാക്കുവാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേപോലെ പ്രിൻസസുമായിട്ട് മാത്രമല്ല, ബിഗ് ലോഡ്സ്, ബിഗ് ബിസിനസ് ഓഫ് ഇന്ത്യ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യൻ സ്റ്റേറ്റിനെയും ഇന്ത്യൻ എക്കോണമിയെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളുടെ പാർട്ടി തലത്തിൽ അങ്ങനെ ഒരു ആലോചന വന്നത്. The party held that the agreement embodied in the Mountbatten proposal of 3 ജൂൺ 47. അതായത് പാർട്ടി മുന്നോട്ട് ആ ഒരു എഗ്രിമെൻ്റ്, ഒരു സഖ്യം ഉണ്ടാവണം. കാരണം ആ സഖ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രിൻസസും ബിഗ് ലാൻഡ് ലോഡ്സും ബിസിനസ് പീപ്പിളൊക്കെ ആയിട്ടൊക്കെ അവരുമായിട്ട് നമ്മുടെ എക്കോണമിയെ, ഇന്ത്യൻ സ്റ്റേറ്റിനെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോകുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ കൊണ്ടുവന്ന പ്രപ്പോസൽ. ആരാണ്? നമ്മളുടെ ഇമ്പീരിയൽ റൂളേഴ്സിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ മൗണ്ട്ബാറ്റൻ പ്രപ്പോസൽ, അത് 1947 ജൂണിലാണ് ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അത് പ്രധാനമായിട്ടും പാർട്ടീഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളതായിരുന്നു ആ പ്രപ്പോസൽ. ആ പ്രപ്പോസൽ യഥാർത്ഥത്തിൽ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്, നാഷണൽ അഡ്വാൻസ് എന്ന രീതിയിൽ നമ്മുടെ നേഷനെ ഓപ്പൺ ചെയ്ത് കിട്ടിയത്. അതിൻ്റെ തുടർന്ന് 2 പോപ്പുലർ ഗവൺമെൻറ്റ്സ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലീസ് വെയർ സ്ട്രാറ്റജിക് വെപ്പൺസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദ നാഷണൽ ലീഡർഷിപ്പ്. അപ്പോൾ പാർട്ടി തലത്തിൽ ദേശീയ നേതാക്കന്മാരായി വന്നവർക്ക് 2 പോപ്പുലർ ഗവൺമെൻറ്റ്സിന് രൂപം കൊടുക്കുവാനും ആ ഗവൺമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാകുവാനും അതെല്ലാം തന്നെ തന്ത്രപരമായ ആയുധമായിട്ടായിരുന്നു ദേശീയ നേതാക്കന്മാരുടെ കൈകളിൽ എത്തിയത്. അപ്പോൾ ഈ ഒരു ആശയം അവർ 1947 ഓഗസ്റ്റ് 15 ഈ ആശയത്തെ സ്വാഗതം ചെയ്തു. 1947 ഡിസംബർ എത്തിയപ്പോഴേക്കും ഈ ഒരു പൊസിഷൻ എല്ലാം മാറിമറിഞ്ഞു. അപ്പോൾ അവിടെ മൗണ്ട്ബാറ്റൻ മുന്നോട്ട് വെച്ച ആ ഒരു പ്രപ്പോസലെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ വീണ്ടും സറണ്ടർ ചെയ്യുന്ന തരത്തിലാണ് മൗണ്ട്ബാറ്റൻ പ്ലാൻ അക്സെപ്റ്റൻസിൻ്റെ ആ ഒരു ഇതിലേക്ക് വരികയും ആൻ അഡ്ജസ്റ്റ് സറണ്ടർ ഓൺ ദ ബേസിസ് ഓഫ് ഇമ്പീരിയലിസ്റ്റ് ഫ്യൂഡർ ബൂർഷ്വാസി കമ്പൈൻ. അപ്പോൾ ഇവിടുത്തെ നിയമം അല്ലെങ്കിൽ ഭരണം ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഇമ്പീരിയലിസ്റ്റ് ഭരണമായിരുന്നു. അപ്പോൾ അവരെ മാറ്റിയിട്ട് ഇവിടെ നിലവിലുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ സംവിധാനം കൂടുതൽ ജനകീയമാക്കിയുള്ള രീതിയിലേക്ക് വരണം. അതുകൊണ്ട് ഇവിടെ ഇതിനെയൊക്കെ അടിച്ചമർത്തേണ്ടതുണ്ട്. ഇമ്പീരിയലിസ്റ്റ് ഫ്യൂഡൽ ബൂർഷ്വാസി കമ്പൈൻ എന്നുള്ള ആ ഒരു രീതിയിലുള്ള സംവിധാനത്തെ മാറ്റുകയും അതിന് പിന്നീട് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കുകയും ആ റെസൊല്യൂഷൻ യഥാർത്ഥത്തിൽ ഒരു എന്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് 1948-49 കമ്മ്യൂണിസ്റ്റ് മിലിറ്റൻസിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് മിലിറ്റൻസി എന്ന് പറയുമ്പോൾ 1947 ഫോർവേഡ് ബ്ലോക്ക്, അത് ഫോർവേഡ് ബ്ലോക്ക് ലെഫ്റ്റ് ദി കോൺഗ്രസ് വിട്ട് ഫോർവേഡ് ബ്ലോക്ക് അവർ പുറത്തിറങ്ങി. 1947 ഫെബ്രുവരി 28 എത്തിയപ്പോഴേക്കും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ത് തീരുമാനിച്ചു? ദേ ഡിസൈഡഡ് ടു ഡ്രോപ്പ് ദ വേർഡ് കോൺഗ്രസ് ഫ്രം ഇറ്റ്സ് നെയിം. അവരുടെ പേരിൽ കോൺഗ്രസ് എന്നുള്ള വാക്ക് എടുത്ത് മാറ്റാമെന്നത് കരുതി. അങ്ങനെ റാം മനോഹർ ലോഹ്യ, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ലീഡറായിരുന്നു.
അദ്ദേഹം ആരോപിതനായി. എന്താണ് അക്യൂസ്ഡ് ദ കോൺഗ്രസ് ഓഫ് കോംപ്രമൈസിങ് വിത്ത് ദ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. കോൺഗ്രസ് എന്തിനും നിക്ഷിപ്ത താല്പര്യങ്ങൾ നേടാൻ വേണ്ടി നിലകൊള്ളുന്നതാണെന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചു. 1900 ഇൻ മാർച്ച് ദ പാർട്ടി ഓപ്പൺഡ് മെമ്പർഷിപ്പ് ടു നോൺ കോൺഗ്രസ്മെൻ. അങ്ങനെ പാർട്ടി ആൾക്കാരെ കൂടുതൽ അവരോടൊത്ത് നിർത്താൻ വേണ്ടിയിട്ട് നോൺ കോൺഗ്രസ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്ത് ചെയ്തു, മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. 1948 മാർച്ച് എത്തിയപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹം പറയുന്ന മഹാത്മാഗാന്ധിയുടെ ആ ഒരു വാക്കുപോലും നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ്. എന്നിട്ട് അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഹു ഹാഡ് ബീൻ അസാസിനേറ്റഡ് 1948 ജനുവരിയിൽ അദ്ദേഹത്തിനെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടു, വല്ലഭായ് പട്ടേലിനെ. എന്നിട്ടോ ഡിസൈഡഡ് ക്വിറ്റ് ദ കോൺഗ്രസ്, അദ്ദേഹം കോൺഗ്രസിൽ നിന്നും വിട്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്തു, നാട് കടത്തി. കോൺഗ്രസിൽ നിന്നും അദ്ദേഹം വിട്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അതുപോലെ പിന്നീട് ജനശ്രദ്ധ നേടിയ നേതാക്കന്മാരായ ജയപ്രകാശ് നാരായണൻ, അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു എന്താണ്, ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ഒരു രൂപരേഖ, ഒരു കരട് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അത് ഉണ്ടാക്കാനുള്ള ആ ഒരു ആശയവുമായി മുന്നോട്ട് വരികയും ഇറ്റ് വാസ് ക്ലംസി ആൻഡ് നോട്ട് ഇൻസ്പയറിങ്. അപ്പോഴതിങ്ങനെ ആ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോഴേക്കും ആരും കൂടുതലായിട്ട് കാര്യമായിട്ട് പിന്താങ്ങിയില്ല. ആ ആശയം അങ്ങനെ നിന്നു. പിന്നെ പാർട്ടിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് യു പിയിലുള്ളവർ, അവരാണ് കോൺഗ്രസ് ടിക്കറ്റിൽ ഇലക്ട് ചെയ്യപ്പെടുകയും റിസൈൻഡ് ആൻഡ് സോട്ട് റീഇലക്ഷൻസ് ബട്ട് വെയർ ഡിഫീറ്റഡ്. അവർ കോൺഗ്രസ് ടിക്കറ്റിൽ ഇലക്ട് ചെയ്യപ്പെട്ടു, പക്ഷേ അധികാരത്തിൽ വന്നുവെങ്കിലും അവർ റിസൈൻ ചെയ്തു. പിന്നീട് റീഇലക്ഷൻ നടത്തി. റീഇലക്ഷൻ വന്നപ്പോഴേക്കും വീണ്ടും അവർ പരാജയപ്പെടുകയൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് പൊളിറ്റിക്കൽ രംഗങ്ങളിലെല്ലാം നമുക്ക് വീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ ദ പീരീഡ് അറൗണ്ട് ഇൻഡിപെൻഡൻസ് ദെയർഫോർ സോ ഷാർപ്പ് ഐഡിയോളജിക്കൽ ഡിബേറ്റ് ഓൺ ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ്. അപ്പം നമുക്ക് ഈ പൊളിറ്റിക്കൽ സീനിലേക്ക് നോക്കിയാൽ എന്താ മനസ്സിലാക്കുന്നത്, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1947 മുതലുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ എങ്ങനെയായിരിക്കണം, രാഷ്ട്രീയപരമായിട്ട് ഏത് തരത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കണം ഇന്ത്യയെ ഭരണസാരഥ്യം ഏറ്റെടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് ഐഡിയോളജിക്കലായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. No wonder the ideological debate was partly reflected in the proceedings of the Constituent Assembly of India that framed the Constitution. ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ നടന്ന ഈ ഐഡിയോളജിക്കൽ ഡിബേറ്റ് ഭാഗികമായിട്ടത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തെന്നാൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ പ്രൊസീഡിങ്സ് എങ്ങനെയായിരിക്കണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ രൂപപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു രീതി അനുസരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ പ്രൊസീഡിങ്സ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ദാർശനികതയും അതിൽ നമുക്ക് വീക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കി, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ രംഗങ്ങളിലും പരിശോധിക്കുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ നമ്മുടെ ഇമ്പീരിയൽ പവർ ഉണ്ടായി അവരെ പുറത്താക്കി അതിന് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുണ്ട്, ഡിബേറ്റ് നടന്നിട്ടുണ്ട്, പല ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ആ പല ഇഷ്യൂസ് എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാനും അത് പരിഹരിക്കാനും വേണ്ടിയുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്. സോ ആൾ ദീസ് ഇഷ്യൂസ് വെയർ സോട്ട് ടു ബി സോർട്ടഡ് ഔട്ട് ഇൻ ദി ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ ദാറ്റ് വാസ് പാസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഇൻ എ ഫെയർലി ഏർലി സ്റ്റേജസ് ഓഫ് ഇറ്റ് പ്രൊസീഡിങ്സ്. That resolution pledged to establish an independent sovereign republic of India, which along with its component parts would derive all power and authority from the people of India. This would also guarantee to all people of India justice, social, economic and political equality of status, of opportunity and before the law, freedom of thought, expression, belief, worship, vocation, association and action, subject to law and the public morality. Further, adequate safeguards would be provided for minorities, backward and tribal areas, and depressed and other backward classes. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉള്ളപ്പോഴും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ചർച്ചകളും ഡിബേറ്റും എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ചർച്ചകളും ഡിബേറ്റും എല്ലാം ഇവിടെ നടന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ നമ്മളുടെ ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും
ചിന്തിക്കാൻ സാധിക്കുന്നത് ഇന്ത്യ എന്നത് തികച്ചും ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറിൻ റിപ്പബ്ലിക്കായിട്ട് മാറ്റണം. അതിനായിട്ടാണ് ആ റെസൊല്യൂഷൻ ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ റെസൊല്യൂഷനിൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പ്ലെഡ്ജ് ചെയ്യുകയാണ്, അവരത് പ്രതിജ്ഞ എടുക്കുകയാണ്. നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറിൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആകണം. അവിടെ ഉള്ള ഓരോ കമ്പോണൻറ്റ് പാർട്സിനും അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള ചുമതലകളും അധികാരങ്ങളും ഉണ്ടാവണം. ജനങ്ങളായിരിക്കണം അതോറിറ്റേറ്റീവായിട്ട് വരേണ്ടത്. ഈ സിസ്റ്റം തീർച്ചയായിട്ടും എല്ലാ ജനങ്ങൾക്കും ഗ്യാരണ്ടി കൊടുക്കണം. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നീതി, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും ആയ സമത്വം, സ്റ്റാറ്റസ് ഓഫ് ഇക്വാലിറ്റി, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ബിഫോർ ദി ലോ. സോ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, വർഷിപ്പ്, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി, ദെൻ അസോസിയേഷൻ, വൊക്കേഷൻ, ആക്ഷൻ, ഇതെല്ലാം കിട്ടണം ഇവിടെയുള്ളവർക്ക്. അതെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ ജനങ്ങൾക്ക്, പബ്ലിക്കിന് എല്ലാവർക്കും കിട്ടേണ്ടതാണ് എന്നുള്ള ചിന്തയാണ് വന്നത്. അതേപോലെ മൊറാലിറ്റി സൈഡിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടായുള്ള ഒരു രാഷ്ട്രമാവണം ഇന്ത്യ. മാത്രമല്ല അഡിക്കേറ്റ് സേഫ് ഗാർഡ്സ് വുഡ് ബി പ്രൊവൈഡഡ് ഫോർ മൈനോറിറ്റീസ്. ഇവിടെ ജനവിഭാഗങ്ങളിലെ വളരെ കുറച്ച് മാത്രമുള്ള ജനവിഭാഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മൈനോറിറ്റി കാസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കണം. ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസിലുള്ള പീപ്പിളുണ്ട്, ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവരെയൊക്കെ വേണ്ട പോലെ പരിഗണിക്കാനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ടാവണം എന്നതായിരുന്നു ആ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും ആ റെസൊല്യൂഷൻ പ്ലെഡ്ജ് ചെയ്തപ്പോൾ തന്നെ നേതാക്കളെല്ലാവരും ഏറ്റുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പഠിക്കുന്ന കാര്യം എന്തെന്നാൽ ദ ഡിബേറ്റ്സ് ഓൺ ദ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഒരു സ്വതന്ത്ര രാജ്യമായാൽ ഇന്ത്യയിൽ എങ്ങനെയാവണം, ആ സ്വതന്ത്ര രാജ്യമായ ഇന്ത്യ ഏത് തരത്തിലേക്കാണ് വികസന മാതൃകകളുമായി മുന്നോട്ട് പോകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റ്സാണ് ഈ ഒരു ലെസൺ ഓറിയൻറ്റഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ സം ഡിബേറ്റ്സ് സെൻറ്റേഡ് ഓൺ ദ ഗാന്ധിയൻ വ്യൂസ് ഓഫ് ദെയർ ഫീസിബിലിറ്റി വൈൽ അതേഴ്സ് ഡെലിബേർഡ് ഓൺ ദ ക്യാപിറ്റൽ മോഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. The issues of the debate included the system of control, nationalization, industrial policies, and so on. On the whole, the final outcome of these debates pledged to safeguard the interest of the people of India in all aspects, political, social, economic, and uphold liberal and വെൽഫെയറിസ്റ്റ് ഐഡിയാസ്. ഒരു ക്ഷേമാധിഷ്ഠിത രാജ്യത്തിന് എന്തെല്ലാം കാര്യങ്ങളാണോ സംരക്ഷിക്കപ്പെടേണ്ടത്, രാഷ്ട്രീയപരവും സാമ്പത്തികവും സാമൂഹികവും ദേശീയപരവുമായിട്ട് ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോഴേക്കും ആ സംവിധാനത്തിൽ ജനങ്ങളായിരിക്കണം ആളിന്നാൾ എന്ന ചിന്തയിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള ഡിബേറ്റ്സ് ആയിരുന്നു പല തലങ്ങളിൽ പല കോണുകളിലൊക്കെ ആയിട്ട് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോഴേക്കും ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയായി മാറിയപ്പോഴേക്കും മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഗൗരവപരമായ ഡിബേറ്റ്സാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിലുടനീളം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ ദിസ് യൂണിറ്റ് ഈസ് ഓവർ. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും യൂണിറ്റ് ഈ ഒരു ഭാഗത്തിലൂടെ തീരുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത യൂണിറ്റ് 3യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ക്ലാസ് കേൾക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കേണ്ടതായ സെഷൻസ് എല്ലാം ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു വീഡിയോ സെഷനിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ ലഭ്യമാക്കുവാനുള്ള ഒരു ചെറിയ പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.